മാനന്തവാടി വള്ളിയൂർക്കാവിൽ പോലീസ് വാഹനം നിയന്ത്രണം വിട്ട് ഒരാൾ മരിച്ചു. ഇന്ന് ഉച്ച കഴിഞ്ഞായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. കണ്ണൂരിൽ നിന്ന് ബത്തേരിയിലേക്ക് മോഷണക്കേസിലെ പ്രതിയുമായി പോവുകയായിരുന്ന അമ്പലവയൽ സ്റ്റേഷനിലെ ജീപ്പാണ് വള്ളിയൂർക്കാവിൽ വെച്ച് തലകീഴായി മറിഞ്ഞത്. ഉന്തുവണ്ടി കച്ചവടം നടത്തുകയായിരുന്നു ശ്രീധരൻ എന്നയാളാണ് മരിച്ചത്. അദ്ദേഹത്തെ മാനന്തവാടി വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശ്രീധരന് ഭാര്യയും മക്കളുമുണ്ട്. CPOമാരായ KB പ്രശാന്ത്, ജോളി സാമുവൽ, V കൃഷ്ണൻ, മോഷണക്കേസിലെ പ്രതിയായ തലശ്ശേരി മാഹി സ്വദേശി പ്രബീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പെട്ടെന്നുണ്ടായ മഴയിൽ നിയന്ത്രണം വിട്ട് വാഹനം മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. വാഹനത്തിൻ്റെ പിൻചക്രങ്ങൾ തേയ്മാനം സംഭവിച്ച നിലയിലായിരുന്നു. അതിനാൽ തന്നെ റോഡിൽ നിന്നും തെന്നി മാറിയതാകാം അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമെല്ലാം ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഉടൻ തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ശ്രീധരൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് പെട്ടെന്ന് മഴ പെയ്തതാണ് വാഹനം നിയന്ത്രണം വിടാൻ കാരണമെന്നാണ് പറയുന്നത്. ഏതായാലും നാടിനെ നടുക്കിയ ഒരു ദുരന്തമായി പോയി ഉണ്ടായത്.